ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ദമ്പതികൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേർക്കും പുരാവസ്തുക്കളും മൺപാത്രങ്ങളും, പ്രത്യേകിച്ച് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവർ ഷോപ്പിങ്ങിനായി ഒരു കടയിൽ കയറി. അവിടെ മനോഹരമായ ഒരു കളിമൺ പാത്രം ഇരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മനോഹരമായ ഒരു പാത്രമായിരുന്നു അത്. അവർ പരസ്പരം ആ പാത്രം കൈമാറി അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഉടനെ ആ പാത്രം സംസാരിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടുവോ? അവർ ചിരിച്ചുകൊണ്ട് അതെ എന്ന് തലകുലുക്കി. ആ പാത്രം തുടർന്നും സംസാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ കഥ കേൾക്കുവാൻ ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം അവരെ ആകാംക്ഷഭരിതരാക്കി. അവർ ആ കഥ കേൾക്കുവാൻ അവിടെ ഇരുന്നു. ആ പാത്രം തൻ്റെ ജീവിത കഥ പറയുവാൻ തുടങ്ങി. ഞാൻ പണ്ട് ഇത്ര സുന്ദരനായിരുന്നില്ല. വെറും ചുവന്ന ഒരു കളിമണ്ണായിരുന്നു. അങ്ങനെ ഒരു കളിമണ്ണായി എൻ്റെ ജീവിതം അവസാനിക്കും എന്ന് ഞാൻ കരുതി. എന്നാൽ ഒരു ദിവസം എൻ്റെ യജമാനൻ എന്നെ എടുത്തുകൊണ്ടുപോയി. എന്നെ വെറുതെ വിടൂ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സമയമായിട്ടില്ല. എനിക്ക് വളരെ വേദന തോന്നി. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരു കറങ്ങുന്ന ചക്രത്തിൽ കയറ്റി കറക്കുവാൻ തുടങ്ങി. വേദനയാൽ പുളഞ്ഞ എനിക്ക് ഈ അനുഭവം കൂടെ ആയപ്പോൾ തല കറങ്ങുവാൻ തുടങ്ങി. ഞാൻ ഉറക്കെ വിളിച്ചു, യജമാനനെ, എന്നെ വെറുതെ വിടൂ, എനിക്ക് തല കറങ്ങുന്നു എന്ന്. വീണ്ടും അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സമയമായിട്ടില്ല. എന്നിട്ടും കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം എന്നെ എടുത്ത് ഒരു ചൂളയിലേക്ക് ഇട്ടു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചൂട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നുവെന്ന് ഞാൻ കരുതി. ഞാൻ അലറി വിളിച്ചു കരഞ്ഞു, എന്നെ വെറുതെ വിടണമേ എന്ന്. എന്നാൽ ശാന്തമായി അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, സമയമായിട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷം എന്നെ എടുത്ത് പുറത്തിട്ടു. ചൂട് പതിയെ ശമിക്കുവാൻ തുടങ്ങി. തുടർന്ന് എന്നെ ഒരു അടഞ്ഞ അലമാരയിലേക്ക് വച്ച് അടച്ചു. എനിക്ക് ശ്വാസം മുട്ടുവാൻ തുടങ്ങി. എന്നെ ഒന്ന് പുറത്തിറക്കുവാൻ ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഞാൻ അവിടെ കിടന്ന് ചാകും എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം എന്നെ എന്തു ചെയ്തു എന്നറിയാമോ? എന്നെ വീണ്ടും ചൂളയിലേക്ക് കൊണ്ടിട്ടു. ആദ്യത്തേതിൻ്റെ ഇരട്ടി ചൂടായിരുന്നു. എൻ്റെ ശരീരത്തിൽ അസഹനീയമായ വേദന ഞാൻ അനുഭവിച്ചു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ വേദന അസഹനീയമാണ് എന്ന് പറഞ്ഞു. ഒന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് ശാന്തമായി ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, സമയമായിട്ടില്ല. ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ മനുഷ്യൻ വാതിൽ തുറന്ന് എന്നെ പുറത്തെടുത്ത് വീണ്ടും അലമാരയിലേക്ക് എടുത്തു വച്ചു. കുറച്ചു സമയം ഇരുന്ന് തണുത്ത എൻ്റെ ശരീരത്തെ ഇനി വേദനിപ്പിക്കയില്ല എന്ന് ഞാൻ കരുതി ആശ്വസിച്ചു. എന്നാൽ അദ്ദേഹം വീണ്ടും വന്ന് എന്നെ എടുത്ത് എൻ്റെ ദേഹത്തിൽ കുത്തി വരയ്ക്കുവാൻ തുടങ്ങി. വേദന കടിച്ചമർത്തി ഞാൻ ഇരുന്നു കൊടുത്തു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം ഒരു കണ്ണാടിയിൽ എൻ്റെ മുഖം കാണിച്ചു. സ്വയം നോക്കുവാൻ എന്നോട് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാനിതാ ഒരു സുന്ദരിയായിരിക്കുന്നു. വെറും ചുവന്ന കളിമണ്ണായിരുന്ന ഞാൻ തന്നെയാണോ ഇത് എന്ന് ഓർത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ശാന്തമായി അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. അദ്ദേഹം ഇപ്രകാരം എന്നോട് പറയുവാൻ തുടങ്ങി, ചക്രത്തിന്മേൽ നിന്നെ ഉരുട്ടി വെച്ച് കറക്കുന്നത് വേദനാജനകമാണ് എന്ന് എനിക്കറിയാം. അവിടെ നീ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ നീ ഭംഗിയില്ലാത്ത ഒരു രൂപമായി പോകുമായിരുന്നു. ഞാൻ അതിനെ കറക്കിയതുകൊണ്ട് നീ ഉടഞ്ഞുപോയില്ല. 2 പ്രാവശ്യം ചൂളയിലെ ചൂട് അനുഭവിക്കുക എന്നത് അസഹനീയമാണ് എന്നും എനിക്കറിയാം. എന്നാൽ ആ ചൂടാണ് നിന്നെ ശക്തനാക്കിയത്. ഞാൻ നിന്റെ മേൽ കുത്തി വരയ്ക്കുമ്പോൾ, അതിന്മേൽ പെയിന്റ് ചെയ്യുമ്പോൾ നിനക്ക് വല്ലാതെ വേദന അനുഭവിച്ചു എന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു നിറവും ഉണ്ടാകുകയില്ല. എന്നാൽ ഇപ്പോൾ നീ ഭംഗിയുള്ള ഒരു പാത്രമായിരിക്കുന്നു. നീ ഒരു കളിമണ്ണായിരുന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ രൂപമായിരുന്നു, ഈ ഭംഗിയുള്ള രൂപം. ഇത് കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ ശാന്തമായി ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു,
ഇപ്പോൾ നിന്റെ സമയമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയും, ഈ കഷ്ടതയിലൂടെ കടന്നുപോയത് കൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇത്ര ഭംഗിയുള്ളതായിരിക്കുന്നത്. ഈ കഥ കേട്ട ആ ദമ്പതികൾ ആ പാത്രം വലിയ വില കൊടുത്ത് അതിനെ സ്വന്തമാക്കി. തിരിച്ച് ഭവനത്തിലെത്തി എല്ലാവരും കാണുന്ന ഒരു പ്രധാന സ്ഥലത്തിൽ അതിനെ കൊണ്ടുവച്ചു. തറയിൽ എല്ലാവരാലും തൊഴിയേറ്റ കളിമണ്ണ് ഇതാ ഇപ്പോൾ ധനവാന്റെ അലമാരയിൽ. പ്രിയ കൂട്ടുകാരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാം. അവൻ കുശവനാണ്, നാം അവൻ്റെ കരങ്ങളിലെ കളിമണ്ണാണ്. അവൻ നമ്മെ വാർത്തെടുക്കുകയും നമ്മെ ഒരു കുറ്റമറ്റ സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യും. അവൻ്റെ ഹിതം നിറവേറ്റുവാൻ അവൻ്റെ കരങ്ങളിൽ നാം സ്വസ്ഥമായി ഇരിക്കാം.